ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനാണെങ്കിൽ മത്തിമീൻ പീര ഇരുമ്പിൻ പുളി വെച്ച് ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി ഞാനാണെങ്കിൽ മത്തി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇരുമ്പിൻ പുളിയും പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 8-10 പച്ചമുളകും 2 ചെറു കഷ്ണം ഇഞ്ചിയും എല്ലാം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇരുമ്പിൻ പുളിയെല്ലാം ഞാനാണെങ്കിൽ ഇവിടെ കീറി എടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണം കാണും പുളിഞ്ചിക്ക. അപ്പോൾ ആ തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി അതെല്ലാം അരപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മീനെല്ലാം വെട്ടി കഴുകി നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചട്ടി എടുത്ത് ചട്ടിക്കകത്തോട്ട് ഞാനാണെങ്കിൽ പച്ചമുളകെല്ലാം അരിഞ്ഞെടുത്തു. പിന്നെ സവാള ഉള്ളി അരിഞ്ഞ് എടുക്കുകയാണ്. പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇഞ്ചി കൂടി അരിഞ്ഞെടുക്കുകയാണ്. കൂടെ തന്നെ തേങ്ങയും ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിനകത്തോട്ട് അരപ്പിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കരിയാപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ടീസ്പൂണോളം ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് ചുവനെ ഞെവിടി യോജിപ്പിച്ച് എടുക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടി ഇട്ട് ചുവനെ ഞെവിടി യോജിപ്പിച്ച് എടുത്ത ശേഷം ആ കയ്യിൽ നിന്ന് തളിച്ച് സ്വല്പം വെള്ളം ഒന്ന് ഒഴിച്ച് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളിഞ്ചിക്ക കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കാം. ഇപ്പോൾ ആവിയൊക്കെ കയറി ഇവിടെ വന്നിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചുവനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇപ്പോഴേ മീൻ ചുവനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ പിന്നെ മീനിട്ട് ഇളക്കാൻ ഒക്കത്തില്ല. ഇളക്കുമ്പം ആ മീൻ അങ്ങ് പൊടിഞ്ഞു പോകും. മുള്ളു വേറെ മീൻ കഷ്ണം വേറെ ആയിപ്പോവും. അതുകൊണ്ട് ഇപ്പം പച്ചക്കിരിക്കുമല്ലേ, ചുവനെ ഒന്ന് അരപ്പുമായിട്ടും മീനുമായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. എടുത്തിട്ട് മീനിൻ്റെ എല്ലാ വശത്തും അരപ്പെത്തുന്ന രീതിയിൽ ചുവനെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആ മീനിൽ നിന്നും പുളിഞ്ചിക്കയിൽ നിന്നും ഉള്ള വെള്ളം എല്ലാം ഇനി ഇറങ്ങും. ഇപ്പോൾ ഇവിടെ മീൻ ഇത് ചുവനെ തിളച്ച് എല്ലാം വന്നിട്ടുണ്ട്. മീനിൽ നിന്നൊക്കെ വെള്ളവും ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചുവനെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി വല്ലതും പോന്ന് പോരാത്ത വല്ലതും ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചേർത്തേക്കുന്നതെല്ലാം എനിക്ക് കറക്റ്റാണ്. അതുകൊണ്ട് ഞാനൊന്നും ചേർക്കുന്നില്ല. അത് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വറ്റിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്, പുളിഞ്ചിക്ക ഇട്ട് വെച്ചത്. നിങ്ങൾക്കും പുളിഞ്ചിക്കയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻ പീരയാണ് ഇത്. നെത്തോലിയുടെ കൂടെയും ഒക്കെ നമുക്ക് മീൻ പീര വെക്കാവുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.